വെൽക്കം ടു ഡ്രീം ഷോർ. ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം. ജൂനിയർ അക്കൗണ്ടൻറ്റ് എക്സാമിന് എല്ലാവരും നന്നായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. സെപ്റ്റംബറിലാണ് നമുക്ക് ജൂനിയർ അക്കൗണ്ടൻറ്റ് എക്സാമിൻ്റെ ഡേറ്റ് വന്നിരിക്കുന്നത്. ഇന്ന് ജൂലൈ 18 നമുക്കിനി കറക്റ്റ് ഒരു 2 മാസമൊക്കെ എക്സാമിന് പഠിക്കാൻ ടൈമുള്ളൂ. 10 സബ്ജക്ട്സാണ് നമുക്കുള്ളത്. ഈ 10 സബ്ജക്ട്സിൽ നിന്നും നമുക്ക് സിലബസിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മൊത്തം നമുക്ക് ഈ 2 മാസത്തിനുള്ളിൽ പഠിച്ചെടുക്കണം. സാധാരണ ഒരു എളുപ്പമുള്ള രീതിയിലുള്ള സിമ്പിൾ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് എന്ന് നമുക്ക് പ്രതീക്ഷിക്കേണ്ട. കാരണം ഇപ്പോൾ നിങ്ങൾക്കറിയാം PSCയുടെ ഒരു പാറ്റേൺ എന്ന് പറയുന്നത് സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ അധികവും ചോദിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഏകദേശം അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസൊക്കെ എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ട് തന്നെ പഠിച്ചു പോവാം. ഓരോ ഭാഗവും വളരെ ഡീപ്പായി തന്നെ പഠിച്ച് മനസ്സിലാക്കി പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് എക്സാം അത്ര ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യില്ല. അതുകൊണ്ട് BCom ക്വാളിഫൈഡ് ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ നല്ലൊരു അവസരമാണ്. അപ്പോൾ ഒട്ടും സമയം കളയേണ്ട ആവശ്യമില്ല. നമുക്ക് നമ്മുടെ സിലബസിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ പഠിച്ചെടുക്കാം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൽ വരുന്ന ഒരു ടോപ്പിക്കാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൽ ഫങ്ഷൻസ് ഓഫ് ഫിനാൻസ് ആണ് പറഞ്ഞിരുന്നത്. അതിൽ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ, ഫിനാൻസിങ് ഡിസിഷൻ, ഡിവിഡൻഡ് ഡിസിഷൻ, ലിക്വിഡിറ്റി ഡിസിഷൻ എന്നീ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറഞ്ഞിരിക്കുന്ന ഈ ഡിസിഷൻസിൽ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമായ ഫസ്റ്റ് വൺ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ. ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷനെ കുറിച്ച് നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എന്താണെന്നുള്ളത് മാത്രം നോക്കിപ്പോയാൽ പോരാ. ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷനിൽ വരുന്ന ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്, അതിൽ വരുന്ന ടെക്നിക്സ് ഒക്കെ നിങ്ങൾ പഠിച്ചിരിക്കണം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷനെ കുറിച്ച് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കാം. ആദ്യമായിട്ട് ഈ ഒരു ചാനൽ കാണുന്നവരാണെങ്കിൽ നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ക്ലാസ്സുകൾ പ്രയോജനപ്പെടുന്നതായി തോന്നുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ ചാനലിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് വൈകാതെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോവാം. എല്ലാവർക്കും വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു അല്ലേ? വെയർ ടു ഇൻവെസ്റ്റ് ദ ഫണ്ട്സ്. അപ്പോൾ നമ്മളൊരു ഫേമിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഏറ്റവും പ്രോഫിറ്റബിൾ ആയിട്ടുള്ളൊരു വെഞ്ചറിൽ വേണം നമ്മുടെ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ വി ഷുഡ് ഡിസൈഡ് ഇൻ വിച്ച് വെഞ്ചർ ഇറ്റ് ഈസ് മോർ പ്രോഫിറ്റബിൾ എന്നുള്ള കാര്യമാണ് ഇവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷനിൽ നമുക്ക് മെയിനായിട്ട് നോക്കാനുള്ളത്. So, in the case of investment decision, long-term investment decisions are otherwise known as capital budgeting decision or simply capital budgeting. ഇവിടെ നമ്മൾ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കുന്ന സമയത്ത് അതിനെ പറയുന്ന പേരാണ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻ ഓർ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്. ദെൻ വി ക്യാൻ സി വാട്ട് ഈസ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്. ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് സിംപ്ലി മീൻസ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസ്. It is the process of allocating the resources of the organization in the long-term investment projects to generate profit. അതായത് ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊജക്റ്റിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെയുള്ള ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റാണ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷനിൽ വരുന്നത്. ഇറ്റ് ഈസ് ഡൺ ടു ജനറേറ്റ് മോർ പ്രോഫിറ്റ് അല്ലേ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. It consists in planning the employment of available capital for the purpose of maximizing the long-term profitability of the firm. ഒരു ഫേമിൻ്റെ ലോങ് ടേം പ്രോഫിറ്റബിലിറ്റിയാണ് ക്യാപിറ്റൽ ബഡ്ജറ്റിങ്ങിൻ്റെ മെയിൻ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഫണ്ട്സ് ആർ ഇൻവെസ്റ്റഡ് ഇൻ ലോങ് ടേം ആക്ടിവിറ്റീസ്. ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്ന് പറയുമ്പം അവിടെ ലോങ് ടേം ആക്ടിവിറ്റീസിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഇറ്റ് ഇൻവോൾവ്സ് എ ഹൈ ഡിഗ്രി ഓഫ് റിസ്ക്. നമുക്ക് കൂടുതൽ റിസ്ക് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അല്ലേ? ആൻഡ് ദ ബെനിഫിറ്റ്സ് ആർ എക്സ്പെക്റ്റഡ് ഓവർ എ നമ്പർ ഓഫ് ഇയേഴ്സ് ഇൻ ഫ്യൂച്ചർ. അപ്പോൾ നമ്മളിങ്ങനെ ഒരു വെഞ്ചറിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദ ബെനിഫിറ്റ് ആർ എക്സ്പെക്റ്റഡ് ഓവർ എ നമ്പർ ഓഫ് ഇയേഴ്സ് ഇൻ ഫ്യൂച്ചർ. ആൻഡ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻ ഈസ് ഇറിവേഴ്സിബിൾ. സോ ഇറ്റ് റിക്വയേഴ്സ് കെയർഫുൾ പ്ലാനിങ്. നമ്മളത് ആ ഒരു ഡിസിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഒരു ലോങ് ടേം വെഞ്ചറിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ you should be careful planning. There should the need of the careful planning because the decision is irreversible. നമുക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റില്ല. നെക്സ്റ്റ് we can see the role and importance of capital budgeting.
Capital budgeting is concerned with heavy expenditure decision. The benefits or returns from such expenditure is expected to be derived over many years in future. നമുക്ക് കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് അതിൻ്റെ ഒരു ബെനിഫിറ്റ് നമുക്ക് കിട്ടുന്നത്. ദിസ് മേക്സ് ദ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻ മോർ കോംപ്ലക്സ്. അപ്പോൾ ഇതിൻ്റെ ഒരു കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് നമുക്ക് കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് അതിൻ്റെ ഒരു ബെനിഫിറ്റ് കിട്ടുന്നത് എന്നുള്ളതാണ്. So, the success or failure of an enterprise is dependent upon the quality of capital budgeting decision. So, proper planning and atmosphere should be needed while making capital budgeting decision. അപ്പോൾ നമ്മൾ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻ എടുക്കുന്ന സമയത്ത് വി ഷുഡ് ബി വെരി കെയർഫുൾ എന്നുള്ളതാണ് പറയുന്നത്. നെക്സ്റ്റ്, ദ റോൾ ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് പോയിന്റ് ഈസ് ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റ്. Capital budgeting decision is a long-term decision. So, this decision involves huge investment in permanent asset. നമുക്ക് കൂടുതലായിട്ട് ഒരു ഫണ്ട് ആവശ്യമുണ്ട് അല്ലേ. ഇറ്റ് റിക്വയർസ് കെയർഫുൾ പ്ലാനിങ് ആൻഡ് അപ്രൈസൽ. ഇറ്റ് ഇൻവോൾവ്സ് ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ പെർമനൻറ്റ് അസറ്റ്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ലോങ് ടേം ഇംപ്ലിക്കേഷൻസ്. Capital budgeting decisions have long-term effect on the future profitability and cost structure of the firm. അതായത് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻ എന്ന് പറയുന്നത് അതിന് ലോങ് ടേം ഇഫക്റ്റ് ആണുള്ളത് ഫ്യൂച്ചറിൽ, പ്രോഫിറ്റബിലിറ്റി ആൻഡ് കോസ്റ്റ് സ്ട്രക്ചർ ഓഫ് ദ ഫേം. എ റൈറ്റ് ഡിസിഷൻ വിൽ റിസൾട്ട് ഇൻ ടു ഹ്യൂജ് റിട്ടേൺസ്. അതായത് നമ്മുടെ ഡിസിഷൻ പ്രോപ്പർ ആണെങ്കിൽ അതിനനുസരിച്ചുള്ള റിട്ടേൺസ് നമുക്ക് കിട്ടും. And if there is a wrong decision, it will result into loss of the firm. അല്ലേ, നമുക്ക് ഡിസിഷൻ പ്രോപ്പർ അല്ല എന്നാണെങ്കിൽ നമുക്ക് അതിൻ്റെ ലോസ് നമ്മൾ സഫർ ചെയ്യേണ്ടി വരും. ഇറ്റ് റെഡ്യൂസസ് ദ കോസ്റ്റ്. സോ increases the returns. It also increases the returns in the long run. It brings about significant changes in the profit of the company. So there is long term implications in capital budgeting. Long term implication ആണ് ഈ capital budgeting provide ചെയ്യുന്നത്. Then next one is irreversible decision. Capital budgeting decisions once made cannot be reversed easily. നമുക്ക് ഒരു തവണ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് കനോട്ട് ബി റിവേഴ്സിബിൾ. എന്താണ്, നമുക്കത് ഇറിവേഴ്സിബിൾ ആണെന്നാണ് പറയുന്നത്. ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു അബാൻഡൻ ദ പ്രൊജക്റ്റ് വൺസ് ദ ഫണ്ട്സ് ഹാവ് ബീൻ ഇൻവെസ്റ്റഡ് ഇൻ ഇറ്റ്. നമ്മുടെ ഫണ്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ഫോർ us ടു അബാൻഡൻ ദ പ്രൊജക്റ്റ്. സോ ഡിസിഷൻ ഷുഡ് ബി വെരി കെയർഫുൾ. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് റിസ്ക്. ലോങ് ടേം കമ്മിറ്റ്മെൻറ്റ് ഓഫ് ഫണ്ട്സ് ഇൻവോൾവ് ഗ്രേറ്റർ റിസ്ക് ആൻഡ് അൺസർട്ടനിറ്റി. അതായത് നമ്മൾ കുറേ കാലത്തേക്ക് വേണ്ടിയിട്ടുള്ളതാവുമ്പോൾ നമുക്ക് ടൈം പീരിയഡ് കൂടുതലാവുന്ന സമയത്ത് ലോങ് ടേം കമ്മിറ്റ്മെൻറ്റ് ഓഫ് ഫണ്ട്സ് ഇൻവോൾവ് ഗ്രേറ്റർ റിസ്ക് ആൻഡ് അൺസർട്ടനിറ്റി അല്ലേ, കൂടുതൽ റിസ്ക് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ദെൻ നെക്സ്റ്റ് വൺ ഗ്രോത്ത് ആണ്. The capital budgeting decisions affect the rate of growth of a firm. Capital budgeting decisions result in cash outflow immediately. Cash inflows are generated in future. When cash inflows are generated in future, the current earnings will be improved. അതായത് നമുക്ക് കൂടുതലായിട്ട് നമ്മുടെ ഇൻഫ്ലോസ് ജനറേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് നമ്മുടെ കറൻറ്റ് ഏർണിങ്സ് ഇംപ്രൂവ് ചെയ്യും. ആസ് എ റിസൾട്ട് ഓവറോൾ ആൻഡ് ലോങ് ടേം പ്രോഫിറ്റബിലിറ്റി will also improve. And impact on firms' competitive strength. Capital budgeting decisions affect the capacity and strength of a firm to face competition. It will affect competition. So, the decisions of capital budgeting will affect the capacity and strength of a firm to face competition. It is so the capital budgeting decisions affect the future profit and cost of the firm. നമ്മുടെ ഫ്യൂച്ചർ പ്രോഫിറ്റും കോസ്റ്റും എല്ലാം തന്നെ ഈ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷനെ ബേസ് ചെയ്തിട്ടാണ് ഉള്ളത്. ആൻഡ് മോസ്റ്റ് ഡിഫിക്കൽട്ട് ഡിസിഷൻ. Capital budgeting decisions are very difficult to make. It is due to uncertainty of future. Decisions are based on future years cash inflows and more risk. ഇതൊക്കെ കാരണം ഡിസിഷൻസ് എടുക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. And next one, cost control. In capital budgeting, there is a regular comparison of budgeted and actual expenditure. Actual budgeted expenditures in the comparison ഉള്ളതുകൊണ്ട് തന്നെ it is very difficult. Cost control is facilitated through capital budgeting.
And next one is wealth maximization. The basic objective of financial management is to maximize the wealth of the shareholders. Capital budgeting helps to achieve this objective. ഈ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഹെൽപ്പ് ചെയ്യുന്നു. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ഇക്കണോമിക് ആൻഡ് സോഷ്യൽ കോൺസിക്വൻസ് ബിക്കോസ് ഓഫ് ലാർജർ സൈസ്. ദിസ് ഈസ് എവർ ഇൻക്രീസിങ് towards the creation of larger business units by amalgamation and globalization. അതായത് ഇക്കണോമിക് ആൻഡ് സോഷ്യൽ കോൺസിക്വൻസ് ബിക്കോസ് ഓഫ് ലാർജർ സൈസ് കാരണം നമുക്ക് കൂടുതലായിട്ട് ഇക്കണോമിക് പ്രോബ്ലംസും സോഷ്യൽ കോൺസിക്വൻസും ഒക്കെ ഉണ്ടാവുന്നത് ഡ്യൂ ടു ഇറ്റ്സ് ലാർജർ സൈസാണ് അല്ലേ. അതുകൊണ്ട് തന്നെ ഹെൻസ് ഇഫ് ദ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസ് ആർ ബാഡ്, ഇക്കണോമിക് ആൻഡ് സോഷ്യൽ കോൺസിക്വൻസസ് വുഡ് ബി വെരി സീരിയസ്. നമ്മുടെ ഡിസിഷൻ പ്രോപ്പർ അല്ല എന്നാണെങ്കിൽ അതിനനുസരിച്ച് സോഷ്യൽ കോൺസിക്വൻസ് ആൻഡ് ഇക്കണോമിക് കോൺസിക്വൻസ് നമുക്ക് എറൈസ് ചെയ്യും. ദീസ് ആർ ദ ഇമ്പോർട്ടൻസ് ഓഫ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്. So, while studying the investment decision, it is very important we should consider the capital budgeting decision. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷനിൽ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് ഈ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത്. ഇത് കഴിഞ്ഞ് നമുക്കിനി ക്യാപിറ്റൽ ബഡ്ജറ്റിങ്ങിൽ വരുന്ന ഒരുപാട് ടെക്നിക്സ് ഉണ്ട്. അർജൻസി മെത്തേഡ്, ട്രഡീഷണൽ മെത്തേഡ്സിൽ വരുന്ന അർജൻസി മെത്തേഡ്സ്, അതുപോലെ തന്നെ പേ ബാക്ക് മെത്തേഡ്, ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ മെത്തേഡ്, അതെല്ലാം നമുക്ക് പഠിച്ചെടുക്കണം. എക്സാമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ്. അപ്പോൾ ഇതെല്ലാം നമുക്കിനി വരുന്ന ക്ലാസ്സുകളിലായിട്ട് പഠിച്ചെടുക്കാം. എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് പുതിയൊരു ക്ലാസ്സിൽ കാണാം. താങ്ക്